മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണത്തിലൂടെയാണ് തേക്കടി വന്യജീവി സങ്കേതത്തിൽ ഇത്തരമൊരു കൃത്രിമ ജലാശയം രൂപപ്പെട്ടത്. ഈ ജലാശയം പുതിയൊരു ആവാസ വ്യവസ്ഥയാണ് രൂപപ്പെടുത്തിയത്. പെരിയാർ ടൈഗർ റിസർവ് തേക്കടി ഡാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2890 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാം എന്നും കേരളത്തിന് ഒരു പേടി സ്വപ്നമാണ്. ഈ ഡാം നിർമ്മിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ കണക്കാക്കിയ ആകെ ആയുസ് 100 വർഷമായിരുന്നു. ഇപ്പോൾ തന്നെ 126 വർഷം പിന്നിട്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്ര കണ്ട് വികസിക്കാതിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയർ ജോൺ പെന്നിക്വിക്കും ആർ സ്മിത്തും നേതൃത്വം കൊടുത്താണ് ഈ അത്ഭുതം പണിതീർത്തിരിക്കുന്നത്. 1887-നും 1895-നും ഇടയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. അറബിക്കടലിലേക്ക് ഒഴുകേണ്ട പെരിയാറിനെ തടഞ്ഞു നിർത്തി ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടുമ്പോൾ പെരിയാറിലൂടെയുള്ള ജലഗതാഗതം തടസ്സപ്പെടുമെന്ന് കൊച്ചി രാജാവ് ഭയപ്പെട്ടു. അദ്ദേഹം അക്കാലത്ത് ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. എന്നാൽ 1896 ഒക്ടോബർ 29-ന് തിരുവിതാംകൂർ രാജാവും മദ്രാസ് ബ്രിട്ടീഷ് ഭരണകൂടവും ഒപ്പിട്ട കരാർ പ്രകാരം ഡാമിൻ്റെ അധികാരം 999 വർഷത്തേക്ക് തമിഴ്നാടിന് നൽകപ്പെട്ടു. തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിൽ മലയാളികൾക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ തലക്ക് മുകളിൽ ഡെമോക്ലസിൻ്റെ വാളുപോലെ തൂങ്ങിക്കിടക്കുന്ന മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമായി പുതുക്കി പണിയണമെന്ന് മലയാളികൾ ആവശ്യപ്പെടുന്നുള്ളൂ. 483 സഹപ്രവർത്തകർക്കാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിനിടയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. സമീപത്തെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ പശ്ചിമഘട്ടത്തിൻ്റെ മറുവശത്ത് വെള്ളപ്പൊക്കവും ഒരു വിരോധാഭാസമായിരുന്നു. പെരിയാർ നദി വൈഗെ നദിയിലേക്ക് വഴിതിരിച്ചു വിടണമെന്ന് പലരും ആഗ്രഹിച്ചു. എങ്കിലും അതിന് പറ്റിയ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം അക്കാലത്ത് വേണ്ടത്രയില്ലായിരുന്നു. തേനി, മധുര, ഡിണ്ടിഗൽ, രാമനാഥപുരം, ശിവഗംഗ എന്നീ ജില്ലകൾ കടുത്ത വരൾച്ചയിലായിരുന്നു. പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിൽ എത്തിക്കുന്നത് ഭാരിച്ച ചെലവുണ്ടാക്കുമെന്ന് മിക്ക എഞ്ചിനീയർമാരും റിപ്പോർട്ട് നൽകി. അപ്പോഴാണ് പിന്നീട് തമിഴ് ജനതയുടെ ദൈവമായി മാറിയ ജോൺ പെന്നിക്വിക്കിൻ്റെ രംഗപ്രവേശം. പൂനെയിൽ ജനിച്ച പെന്നിക്വിക്കിൻ്റെ പിതാവും മൂത്ത സഹോദരനും രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ്. പിന്നീട് തൻ്റെ മകനുമായി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയ പെന്നിക്വിക്കിൻ്റെ മാതാവ് പിതാവിൻ്റെ പെൻഷൻ ഉപയോഗിച്ചാണ് മകനെ വളർത്തിയത്. 1860-ൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ പെന്നിക്വിക്ക് ഒരു മികച്ച ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായിരുന്നു. ചെന്നൈ ചെപ്പോക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം അദ്ദേഹത്തിൻ്റെ ശ്രമഫലമാണ്. ഡാം സംബന്ധിച്ച മികച്ച ആശയം സർക്കാരിന് മുമ്പാകെ അവതരിപ്പിച്ചത് പെന്നിക്വിക്കായിരുന്നു. 1876-ലെ കൊടും പട്ടിണിക്കാലത്ത് മദ്രാസിലുണ്ടായിരുന്ന പെന്നിക്വിക്കിന് ആ സംഭവം എല്ലാ കാലത്തും മനസ്സിൽ ഒരു നീറ്റലായി ബാക്കി കിടന്നു. ഈ സംഭവമാണ് അറബിക്കടലിൽ പാഴായി പോകുന്ന പെരിയാറിലെ ജലത്തെ തമിഴ്നാട്ടിലെ കൊടും വരൾച്ച നേരിടുന്ന ജനങ്ങൾക്ക് ജീവജലമായി തിരിച്ചുവിടണം എന്ന ആശയം പെന്നിക്വിക്കിന് നൽകിയത്. കാളവണ്ടികളിലും തലച്ചുമടായും നിർമ്മാണ സാമഗ്രികൾ വനത്തിനുള്ളിലേക്ക് എത്തിക്കുന്നതിന് അക്കാലത്ത് നിർമ്മിച്ചതാണ് കുമളിയിൽ നിന്ന് തേനിയിലേക്ക് കടന്നുപോകുന്ന ഹൈവേ. ബ്രിട്ടീഷ് സർക്കാരും തിരുവിതാംകൂർ സർക്കാരും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം ഒരു ഏക്കറിന് 5 രൂപയായിരുന്നു ലീസ്. ആകെ 8000 ഏക്കർ ഭൂമിയാണ് ഡാമിന് വേണ്ടി നൽകപ്പെട്ടത്. നിർമ്മാണത്തിനിടയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഡാമും അനേകം തൊഴിലാളികളും ഒഴുകിപ്പോവുകയും ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡാം നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. 1876-ലെ കൊടും പട്ടിണിയുടെ ഓർമ്മകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പെന്നിക്വിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. തൻ്റെയും ഭാര്യ ഗ്രേസ് ജോർജിനയുടെയും സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് കിട്ടിയ പണവുമായി
അദ്ദേഹം തിരികെ വന്നു. പെന്നിക്വിക്ക് സ്വന്തം ചെലവിൽ ഡാമിൻ്റെ പണി പൂർത്തീകരിച്ചു. ജർമ്മനിയുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾക്കാണ് പെന്നിക്വിക്കിൻ്റെ നിർമ്മാണ വിസ്മയത്തിലൂടെ ജീവജലം ലഭിച്ചത്. തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെന്നിക്വിക്ക് ദൈവമാണ്. ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ഡാമിൻ്റെ നിർമ്മാണത്തിലൂടെ തമിഴ് ജനതയുടെ ഹീറോയായി മാറിയ പെന്നിക്വിക്കിന് ഡാമിന് താഴെ ലോവർ ക്യാമ്പിലും മദ്രാസിലും സ്മാരകങ്ങളുണ്ട്. 1903 ബ്രിട്ടനിലേക്ക് തിരികെ പോയ പെന്നിക്വിക്ക് 1911 മരണപ്പെട്ടു, 70-ാം വയസ്സിൽ. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 15 തമിഴ്നാട്ടിൽ പൊതു അവധിയാണ്. 126 വർഷം മുമ്പ് തൻ്റെ സമ്പത്ത് വിറ്റ് പണി കഴിപ്പിച്ച മുല്ലപ്പെരിയാർ ഡാം ഇന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളവും കൃഷിക്കാവശ്യമായ ജലവും നൽകുന്നു എന്നത് സ്വർഗത്തിലിരുന്ന് പെന്നിക്വിക്ക് കാണുന്നുണ്ടാകും, തീർച്ച. അദ്ദേഹം മനസ്സ് നിറഞ്ഞ് ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടാകും. നന്ദി, നമസ്കാരം. மாவட்டத்துக்கு தண்ணி கொடுத்த ஊர் கட்டினவர், முல்லைப்பெரியார் டேம் கட்டினவர். சொத்து சொகத்தெல்லாம் விற்று வந்து டேம் கட்டினார் சார். அவங்க 5 மாவட்டத்துக்கு தமிழ்நாட்டுக்கு தண்ணி கொடுத்துருக்குறாரு சார். பென்னிக்விக்கு தான் இந்த அளவுக்கு போய் முல்லை பெரியாறு டேம் கட்டி இவரை வந்து கம்பம் பள்ளத்தாக்கு 4 மாவட்டத்துக்கு இந்த முல்லை பெரியார் தண்ணி உள்ள பாசனம் பாயுது. கிட்டத்தட்ட குறைஞ்சது ஒரு 1000 ஏக்கர் இவட இந்த தண்ணி தான் போய் அவட பாய்ஞ்சு இந்த முந்திரி, திராட்சை, வாழை, தென்னை அனைத்துக்கும் பூராமே இந்த முல்லை பெரியார் தண்ணி தான் இவட அந்த பென்னிக்விக்கு அவர் தான் இந்த அளவுக்கு ஒரு நல்லது செஞ்சுட்டு